അപ്പൊ ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ആക്കി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ ചെറിയ നല്ലൊരു കേക്ക് ഉണ്ട് സെയിലുള്ള, അതിനൊപ്പം നല്ല ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവിടെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ കേക്ക് മുറിക്കാല്ലേ? അപ്പൊ മുറിക്കാ, മുറിക്കേശു മുറിക്കുന്ന അപ്പൊ കേക്ക് കുറിച്ച് എല്ലാവരും പോകണ്ട, എല്ലാവർക്കും ഗിഫ്റ്റ് എല്ലാം തരാനുണ്ട്. കേക്ക് കുറിച്ച് എല്ലാവരും കേക്ക് കിട്ടിയാ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ചെല്ലിയ പോലെ എല്ലാവർക്കും ഗിഫ്റ്റ് വേണ്ടേ? അപ്പോ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിയ ഫസ്റ്റ് ചെല്ലുന്ന ആൾക്ക് 100 പൈസ തരും. കാണിച്ച ഗിഫ്റ്റ് തരുന്നു. കാണിക്കാം അപ്പൊ ഇതാ 100 രൂപ. ഇതാ കാണിക്ക് എത്ര നേരം വന്നിട്ട്. യൂട്യൂബില് കാണുന്നില്ലേ? ഇതാ എന്നാ കാണിക്ക്. ലാസ്റ്റത്തെ 100 രൂപ. അപ്പൊ ഇതൊരാൾക്ക് കൊടുത്തേനെ, കിട്ടാത്ത ആൾക്കാരെ നെക്സ്റ്റ് ടൈം നോക്കാം. ഓക്കെ, അപ്പൊ ഇനി മണി റിവാർഡല്ല കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് ചോദ്യം റിവാർഡ് ചെയ്യുന്നുണ്ട്. പൈസ മാത്രം കുറച്ച് കൂപ്പൺസ് തരാൻ. ഓക്കെ, ആൻസർ ആക്കോ? ഓക്കെ, എന്നാ ഫസ്റ്റ് ചോദ്യം ഫസ്റ്റ് ചോദ്യം ആർക്ക് വേണമെന്നല്ല, ചെറിയ ആൾക്കാണ് ഈ കൂപ്പൺ. കാസർഗോഡില് എത്ര റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്? അല്ല കേൾക്കുന്നില്ല. ഒന്നാ? അല്ല 13. 14. എന്നാ പിന്നെ അത് ഒന്നേക്കോ? 14 കറക്റ്റ് ആൻസർ. കാസർഗോഡിൽ 14 റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒന്നെടുത്തോ. എടുക്കണം, എടുത്തോ. ഒന്നടി എന്തെടുക്കാനല്ല, എന്താ നോക്കിയേ? ഓ, 5 ആൾക്ക് ഫ്രീ ആയിട്ട് പാർക്കിലേക്ക് കയറാം. ഇയാൾക്ക് വരുന്നില്ലേ പാർക്കിലേക്ക്? അപ്പൊ 5 ആൾക്ക് ഫ്രീ ആയിട്ട് പാർക്കിലേക്ക് കയറാം. ഇത് കാണിച്ചാൽ മതി, പൈസ കൊടുക്കണ്ട, ഫ്രീ ആയില്ലേ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡിയാ? കാസർഗോഡില് എത്ര റിവർ ഉണ്ട്, എത്ര പുഴകളുണ്ട്? ഏതെങ്കിലും 12. കേരളത്തിൽ 12 റിവേഴ്സ് ഉണ്ട്. എന്തത്? 10 ബസ് കേട്ട് 10 ആൾക്കാർ കേട്ട് ഫാമിലി എല്ലാവരും വന്നോളി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾ ചെറുന്നില്ല ആൻസർ ആണ്. ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? പാലക്കാടല്ല, കേരളത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ്. അതിലാണ് വെളുത്തുണ്ടാകാൻ നോക്ക്. 10 ആൾക്ക് ഇത് തന്നെ കിട്ടും. എല്ലാവർക്കും എന്ത് ധാരം കുറെ ഉണ്ടല്ലേ, നോക്കിയോ. ഓക്കെ, നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രിക്ട് ഏത്? അല്ല, കേരളത്തിലെ ജില്ലയിൽ ഒന്നെടുത്തോ. എന്തത്? 15% ഓഫ് ഫുഡ് കഴിച്ചെങ്കിൽ 15% ഡിസ്കൗണ്ട് ആയി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഡിസ്ട്രിക്ട്, ചെറിയ ജില്ല ഏത്? ഒന്നെടുത്തോ. എന്തത് ആൻസർ? ഓ, 10 ആൾക്കല്ല 15 ആൾക്ക് കയറാം. എല്ലാരെയും വിളിച്ചോണ്ടാണ്. ആൻസർ ആലപ്പുഴ, ചെറിയ ഡിസ്ട്രിക്ട് ആലപ്പുഴ. അപ്പൊ ഇനി കുറച്ച് ടൈപ്പ് അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് അങ്ങനെ സിമ്പിൾ ആയിട്ട് ആ ടൈപ്പ് നോക്കാം. അല്ലേ ഡിഫിക്കൽട്ട് ആണ്, നിങ്ങൾക്ക് അറിയാലോ, ആർക്കറിയാലോ, നമുക്ക് കേട്ടിട്ട് മാർക്ക്. ഓക്കെ, ചോദിക്കുന്നത് ഞാൻ ഓൾമോസ്റ്റ് കുറെ തവണ ചോദിച്ചിനി, റീൽസിലെ വീഡിയോസിലെല്ലാം ചോദിച്ചിനി. ഓക്കെ,
3 + 3 × 3. ആൻസർ എന്ത്? 3 + 3 × 3 12. എന്താത്? ഏത് ആൾക്കും കേൾസ്. ഓക്കെ, അപ്പൊ ഈ ലാറ്റിൻ കൺഫ്യൂഷൻ ഉണ്ട്. ഇത് എങ്ങനെ 3 + 3 12 ആണ് ഉണ്ടാ? എങ്ങനെ എത്ര അടിക്കുന്നത്? അപ്പൊ എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്ത്? ഇടവത്തില്ലേ? ഒന്ന് എടുത്തു. നെക്സ്റ്റ്. കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം എന്ത്? ഓക്കെ, നെക്സ്റ്റ്. ചോദിക്കുന്ന കലണ്ടറിൽ കാണപ്പെടുന്ന പഴമേത്? തന്നെ കിട്ടും നിങ്ങക്ക്. എന്തിട്ടേ സൈക്കിൾ ടിക്കറ്റ് ലൈനിലെ ഫ്രീ ആയിട്ട് പോവാ നിങ്ങക്ക്. കളിച്ചാ അതിൽ കളിച്ചോ, ഫ്രീ ആയിട്ട് കളിക്കാം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കിട്ടി അവർക്ക് കിട്ടി. വേണ്ടേ? മതിയാ? ചോദിക്കുന്നതാണോ ലാസ്റ്റ് ചോദ്യം? എല്ലാവർക്കും ബുദ്ധിമുട്ട് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, പ്രധാനമന്ത്രി പോലും പറയുന്നത് കേട്ടനുസരിച്ച് തലകുണിച്ച് കൊടുക്കുന്നത് ആരുടെ മുന്നിലാണ്? ആൻസർ ഇല്ലേ? ബാർബർ. മുന്നെടുക്കുന്നോ? അപ്പൊ അത് പരിഗണിക്കണ്ടേ? വേണ്ടേ? എന്നാ ലാസ്റ്റ് തോന്നത് ചോദിക്കുന്നേ. എന്റെ ചോദ്യം ഓൾറെഡി കഴിഞ്ഞില്ല. ഇത് ഞാൻ കഴിഞ്ഞിട്ട് കേൾക്കുന്നത്. ഓക്കെ, ഹബിന്റെ ഇനാഗറേഷൻ ഡേറ്റ് അപ്പൊ കേൾക്കുന്നില്ല. ഒന്നെടുത്തോ. എന്തേലുള്ള സിബ്ലിംഗ് ടിക്കറ്റ് രണ്ടാൾക്കുള്ളത് തൂങ്ങിക്കഴിഞ്ഞെ. ഓക്കെ, അപ്പൊ റിവാർഡ്സും കഴിഞ്ഞ്, മണി റിവാർഡ്സും കഴിഞ്ഞ്, ഇതും കഴിഞ്ഞ്. എന്റെ ഒരു ചോദ്യം ഇല്ല. ചോദ്യം. ക്ലോക്കില് എത്ര നമ്പേഴ്സ് ഉണ്ട്? 15. എന്താ നോക്ക്, എത്ര പെർസെന്റേജ്? ഫുഡില് 10% ഓഫർ കിട്ടി. ഓക്കെ, തിന്നാൻ പറ്റുന്ന നിറമേത്? കളർ. പോയിനാ ഫ്രീ ആയിട്ടായിരിക്കാൻ പോകും. എനിക്ക് ധാരാളം പോവാന്. ഓക്കെ, പോലീസ് ഒറ്റക്കാരിൽ നിൽക്കുന്നത് എപ്പോഴാണ്? 200 കിട്ടിയില്ലേ? അടുത്ത മാങ്ങ. ഓക്കെ, അപ്പൊ റിവാർഡ്സും കഴിഞ്ഞ്, പൈസയും കഴിഞ്ഞ്, എല്ലാം തീർന്നു. ഇനിയിപ്പോ നാളെ മറ്റേ എപ്പോഴും ഉണ്ട്. സാധാരണ എപ്പോഴും ഞാൻ വീഡിയോ ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സബ്സ്ക്രൈബ് ആക്കി എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ആക്കി വെച്ചു. സബ്സ്ക്രൈബും ഫോളോ, ലൈക്ക്, കമന്റ് ചെയ്ത് എല്ലാം ആക്കി വെച്ചു. അപ്പൊ ഈ നാട്ടിൽ വലിയ റിവാർഡ്സും പ്ലാനിങ്സും മണി റിവാർഡ്സും എന്തെല്ലോ പ്ലാനിങ്സ് ആക്കിയിട്ടുണ്ട്. എല്ലാം ഓരോന്നായി ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ഫോളോ എല്ലാം ആക്കി വെച്ചു. അപ്പോ ചെറിയ പ്ലാൻ ഒന്നല്ല, വലിയ പ്ലാൻസ് ആണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഓക്കെ, അപ്പോ 10K കേക്ക് കട്ടിങ്ങും ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞു. പ്ലാൻ അത് വരുമ്പോഴല്ല. അപ്പൊ ഇനി അടുത്തതായിട്ട് ഗായകനും അതുപോലെ കലാപതിനെയും അതുപോലെ ഫസ്റ്റ് ഞാൻ വന്നപ്പോ കേക്ക് വെച്ചൽ തന്നെ കമന്റ് ആക്കിയ ഒരാളുണ്ട്. അയാളറിയോ? ആര്? നമ്മളെ നൗഷാദ്. ഓക്കെ, അപ്പൊ അയാളെ കുറച്ച് പാട്ടെല്ലാം ഉണ്ട്. പാട്ടെല്ലാം ഉണ്ട്. ഗായകൻ അറിയോ? ഗായകൻക്ക് അറിയോ? അപ്പൊ അയാൾ പാട്ട്, അയാളെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അയാളെ വിളിക്കാം. സ്റ്റേജിലല്ലോ താഴെ. താങ്ക് യു. പിന്നെ വലിയ ഗായകനൊന്നുമല്ല, ആങ്കറാണ്, അവതാരകനാണ്, പിന്നെ ക്വിസ് മാസ്റ്ററാണ്, പിന്നെ പേഴ്സണലായിട്ട് പിന്നെ കമന്റേറ്ററൊക്കെയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാല് അബ്ദുന്റെ തുടക്കം മുതൽ ഇവിടെ എല്ലാ പരിപാടികളും ഒരു പ്രാവശ്യം ക്വിസ് മാസ്റ്ററായിട്ടും പാട്ടായിട്ട് ഇവിടെ വന്നു. ശരിക്കും ഇത് എന്റെ സിസ്റ്റർ റുസാനയുടെ ഹസ്ബൻഡ് ഫാറൂഖിന്റെ ഒരു പ്രയത്നത്തിന്റെ പരിണിത ഫലമാണ് ഇങ്ങനെ ഒരു
ഈ കാണപ്പെടുന്ന ഹബ് കഫേ ആൻഡ് പാർക്ക്. അതൊരു സ്വപ്നതുല്യമായ നേട്ടത്തിനരികെ എത്തിച്ചേരുമ്പോൾ ഈ 20 ദിവസം കൊണ്ട് ഇത്രയും മഹത്തായ ഒരു കർമ്മത്തിലേക്ക് എത്തിച്ചേരുന്നതിന്റെ കേക്ക് കട്ടിംഗ് ആണ് നടന്നത്. അതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു.